ആദ്യം തന്നെ AD എന്ന് പറയുന്ന ഈ ചിത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. AD എന്ന് പറയുമ്പോൾ ലാഡർ, ആ ലാഡർ കയറി കൊണ്ടേ ഈ ചിത്രം ഇതിൻ്റെ സതീഷിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം നിർമ്മിച്ച കൂട്ടുകാർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വൺ ഓഫ് ദ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ബന്ധം അങ്ങനെ പിന്നെ ക്ലാക്ക് നീട്ടി നസ്രിയെ തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ വീണ്ടും നമ്മൾ ഒരുമിച്ച് കാണുന്നത്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അതിനോടുണ്ടായിരുന്ന ആ ചിത്രത്തിൻ്റെ ഭക്ഷണം ഡിസൈനറാണ്. ഇപ്പോൾ ഇതിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ വിഷ്ണു അല്ല അദ്ദേഹത്തിൻ്റെ ഫിലിമാണ്. കലാസംവിധാനം ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും കലയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് രണ്ടുപേര്. IV ശശി, അദ്ദേഹം ആർട്ട് ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ഭരതൻ ആർട്ട് ഡയറക്ടറായിരുന്നു. ഇതൊക്കെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാഴ്ചവെച്ചു. തീർച്ചയായിട്ടും ഈ സിനിമ സക്സസ്ഫുൾ ആവട്ടെ. അവിടുന്ന് തുടർന്ന് ഒരുപാട് സിനിമ ചെയ്യാനുള്ള സാധ്യതയുണ്ടാവട്ടെ. പിന്നെ എല്ലാവർക്കും ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. സാമിൻ്റെ ആദ്യത്തെ ചിത്രമാണ്. തീർച്ചയായിട്ടും സാം നല്ലൊരു തുടക്കമാവട്ടെ. ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. അറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് നടക്കുന്ന വിവാദങ്ങളൊക്കെ നോക്കിയാൽ സിനിമയ്ക്ക് കളക്ഷൻ ഇല്ല, അതില്ല എന്നൊക്കെ പറഞ്ഞൊരു പക്ഷെ അങ്ങനെയൊന്നുമല്ല. സിനിമ നല്ലതാണെങ്കിൽ സിനിമ ആരഭിനയിച്ചാലും തിയേറ്ററിൽ ആ സിനിമ ഓടും. എൻ്റെ ഉദാഹരണം ഞാൻ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ 2 സിനിമയും ഞാൻ പുതുമുഖമായിരുന്നു. ആ സിനിമയിൽ ജോലി ചെയ്ത എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ആ സിനിമയെല്ലാം വൻ സക്സസ്സുകളായി. തീർച്ചയായിട്ടും അതുപോലെ സക്സസ് ചിത്രത്തിന് ഉണ്ടാവില്ല. മറ്റ് പ്രൊഡ്യൂസേഴ്സ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അറിയില്ല. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇതിൽ അഭിനയിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഒരുപാട് സിനിമകൾ സക്സസ്ഫുൾ ആണ് പ്രാർത്ഥിക്കുന്നു.